ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് പാർലമെൻറ്റ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. രാമമന്ദിർ പ്രശ്നം സംബന്ധിച്ച് ഇന്നൊരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് വിളിച്ചു കൂട്ടിയ സമ്മേളനമാണ്. ഇത് തികച്ചും അനാവശ്യമാണ്. പാർലമെൻറ്റിൻ്റെ മഹത്തരത്തെ തന്നെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. ഇത് ദുരുപദിഷ്ടമാണ്. നമുക്കെല്ലാം ചർച്ച ചെയ്യുന്ന അവസരം ഉണ്ടായതുപോലെ രാമമന്ദിർ അടക്കമുള്ള പ്രശ്നങ്ങളെ BJP ശ്രമിക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരിക്കാനാണ്. എല്ലാറ്റിനും രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് രാമമന്ദിർ അടക്കമുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നാട്ടിൽ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ നടപടി. അതുപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾക്കും വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. 10 മണിക്ക് ശേഷമാണ് ഇന്നലെ സഭയിൽ ഈ അജണ്ട ഇന്ന് വരാൻ വേണ്ടി പോകുന്നു എന്ന് തീരുമാനിച്ച് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത് രാത്രി എനിക്ക് 10 മണിയായിട്ടുണ്ടാവും, മിനിമം 10 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അത് എന്തിനായിരുന്നു മൂടി വച്ചിരുന്നത്? ഒരു ദിവസം പാർലമെൻറ്റ് നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ആളുകൾ വിചാരിച്ചു എന്താണ് പ്രധാന കാര്യം. അവസാന നിമിഷം വരെ വ്യക്തമാക്കാതെ, പാർലമെൻറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ അർദ്ധരാത്രിക്ക് അടുത്ത സമയത്താണ് ഇത് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ദുരുപദേശമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിലെ 193 പ്രകാരമാണ് ഇത്. ഈ 193 എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങളെല്ലാം ധാരാളം റിപ്പോർട്ട് ചെയ്ത മീഡിയക്കാരാണ്. രാജ്യത്തെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, വളരെ ഭീകരമായിട്ട് വരുന്ന ചിലപ്പോൾ വെള്ളപ്പൊക്കങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ, ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ് എത്രയോ കാലമായിട്ട് 193 പ്രകാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, എത്രയോ കൊല്ലം, ഞങ്ങളൊക്കെ 10-15 കൊല്ലമായിട്ടുള്ള ആളുകളാണ് പാർലമെൻറ്റിൽ. ഈ 193 ഇതുപോലുള്ളൊരു പ്രശ്നത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്തരമൊരു നീക്കം കൊണ്ടുവരുന്നത് നടയാടെയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം ഈ സഭയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ, ഈ സഭയിൽ ആകെ ഒറ്റ ദിവസമാണ് 0 hour ഉണ്ടായത്. എല്ലാവരും കൊടുത്തിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൊടുത്തിരുന്നു, അല്ലാത്ത കൊടുത്തിരുന്നു. ഒരേ ഒരു ദിവസമാണ്. അങ്ങനത്തെ നിയമസഭയിൽ ഒരു ദിവസം മുഴുവനും നരേന്ദ്രമോദി സ്തുതികീർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിനെ അവർ ഉപയോഗപ്പെടുത്തിയത് തികച്ചും ദുരുപദേശത്തോടു കൂടിയിട്ടാണ്. സത്യസന്ധതയില്ല, നീതിബോധമില്ല, എല്ലാറ്റിലും രാഷ്ട്രീയം കുത്തിച്ചെലുത്തി മുതലെടുപ്പുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്തുതികീർത്തന പരിപാടിക്ക് വഴിയൊരുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രമേയങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും. ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ ഇന്നലെ നിങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നതാണ്. നമ്മുടെ ഉത്തരാഖണ്ഡിലുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ കത്തി എരിയുകയാണ്. ഇപ്പോഴത്തെ മരണം 6 സംഭവിച്ചു. അങ്ങനെ എത്ര പ്രശ്നങ്ങൾ. ഞങ്ങൾ ഇവിടെ മണിപ്പൂരിൽ ഇഷ്യൊക്കെ പ്രധാനമന്ത്രി വന്നിട്ടൊരു വാക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അത്തരം രാജ്യത്തെ ബാധിക്കുന്ന മൗലിക പ്രധാനമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇടപെടാതെ ഈ വിധത്തിലേക്ക് അവർ പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മഹത്തായ സ്ഥാപനമാണ്. അവിടെ ഈ ഒരു ദിവസം തെറ്റായ മാർഗേന വിളിച്ചുകൂട്ടി അവിടെ യാതൊരു ഉദ്ദേശശുദ്ധിയുമില്ലാതെ ആ പ്രശ്നം വീണ്ടും രാഷ്ട്രീയവൽക്കരിച്ച് പല വിധത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ദുരുപദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നടപടിയാണ്. മൗലികമായി ഈ സമീപനത്തെ ഞങ്ങൾ എതിർക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. രാജ്യസഭയിൽ എന്താണ് എടുക്കുന്ന സ്ട്രാറ്റജി എന്നറിയില്ല. രാജ്യസഭ അതിപ്പോൾ ഇതേ ഡയറക്ഷൻ തന്നെ രാജ്യസഭയിൽ നമ്മൾ എടുക്കുക. കാരണം അവിടെ കൂടി ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതാണ്. കാരണം എന്നാൽ അവിടെ വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ ഇന്നലെ ഷോർട്ട് ഡിസ്കഷനിൽ അവർ ഇന്ന് വരാൻ പോകുന്ന ഈ വിഷയം അവിടെയും വരുന്നുണ്ട്. അവിടെയും സെയിം സ്ട്രാറ്റജി. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യ അലയൻസിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ നമുക്ക് ഉണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചോദിച്ച പോലെ ഇതുപോലുള്ള ഇഷ്യൂവിൽ വൈഡറായിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമാണെന്നുള്ളത് സത്യമാണ്, സംശയമുള്ള കാര്യമല്ല. കാരണം അത് സ്ട്രെങ്തൻ ചെയ്യൽ അത്യാവശ്യമുള്ള കാര്യമാണ്.